ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സച്ചിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ സച്ചി ഇപ്പം ദൈവത്തിന്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ് നമ്മുടെ സച്ചിക്ക് മുന്നിൽ നിൽക്കുന്നത്. വേറെ ആരുമല്ല, ഡോക്ടർ. അങ്ങനെ തന്റെ അച്ഛനെ ജീവനോടെ തിരിച്ചു കൊടുത്തതിൽ ആ ഡോക്ടറിനോട് നന്ദി പറയാണ് കേട്ടോ നമ്മുടെ സച്ചി. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദി പറയണം, ഡോക്ടർമാരൊക്കെ ആണല്ലോ. കാരണം അവര് ദൈവത്തെ പോലെ തന്നെയാണ്. നമ്മുടെ ജീവിതം തിരിച്ച് പിടിക്കാൻ കഴിവുള്ളവരാണ്, തിരിച്ചു തരുന്നവരാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ സച്ചിക്കും അതറിയാം. അതുകൊണ്ട് സച്ചി ഇങ്ങനെ നന്ദി പറയുന്നു. അപ്പം ഡോക്ടർ പറയാണ്, ഏതായാലും സാരമില്ല, ഇനിയിപ്പം അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഒക്കെ നന്നായിട്ടുണ്ട്, ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കാനില്ല, നാളെ തന്നെ ചിലപ്പം ഡിസ്ചാർജ് ആയേക്കാം, കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ആണെങ്കിൽ അടുത്ത് നിന്ന് സിസ്റ്റർ പറഞ്ഞു, അതെ കുറച്ച് മരുന്നൊക്കെ മേടിക്കാനുണ്ട്, ഇതൊക്കെ പോയിട്ട് മേടിച്ചോണ്ട് വരികയാണെങ്കിൽ ഇതൊക്കെ എത്രയും പെട്ടെന്ന് കൊടുക്കായിരുന്നു, അതുകൊണ്ട് ഇപ്പം തന്നെ മേടിച്ചോണ്ട് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അതിനിപ്പോൾ എന്താ, ഇപ്പം തന്നെ ഞാൻ മരുന്ന് മേടിക്കാൻ സിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ടോ. മനസ്സിന് വല്ലാത്ത സന്തോഷം, നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നും ആ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ. നമ്മുടെ സച്ചിയുടെ ആ ഒരു പഴയ ജീവൻ തിരിച്ചു കിട്ടിയ ഒരു അവസ്ഥ. അങ്ങനെ സച്ചി അത് മേടിച്ചുകൊണ്ട് നേരെ ഞാനിപ്പം വരാം സുധി എന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പം സുധിയും പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. കാരണം കുറേ ദിവസമല്ല, കുറച്ച് അതായത് 2 ദിവസം കണ്ടായാലും അവര് ഹോസ്പിറ്റലിൽ വന്നിട്ട് 2 ദിവസം കണ്ടാന്ന് തോന്നുന്നല്ലേ. ആ ഒരു സമയത്ത് അലഞ്ഞ് തിരിഞ്ഞൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സുധിക്കും ഒരു ഭയങ്കര ക്ഷീണമൊക്കെ. അപ്പം ഞാനും കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പുറത്തേക്ക് അങ്ങ് മാറിപ്പോയി. പിന്നെ അവിടെ ഉള്ളത് നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാരനാണ്. അപ്പൊ രവീന്ദ്രന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഒന്നിവിടെ നിൽക്കണം, എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ മെഡിസിൻ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി അങ്ങ് പോയി കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ രേവതി വരുന്നത്. അപ്പൊ ഈ ഭാഗം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ അത് ഫുള്ള് വന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗം. അപ്പൊ ഇത്രയും വരെ എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാട്ടോ ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞു വിടുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ലേ, അപ്പൊ പിന്നെ നിങ്ങൾ കേൾക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടാണേ. അപ്പൊ അങ്ങനെ നമ്മുടെ രേവതി അവിടെ വരുന്നു. രേവതി ഇയാളോട് ചോദിക്കുകയാണ്, രവീന്ദ്രന്റെ കൂട്ടുകാരനോട് ചോദിക്കുകയാണ്, ഞാനൊന്ന് കണ്ടോട്ടെ എന്ന്. ഏതായാലും സമ്മതിച്ചു. രവീന്ദ്ര കൂട്ടുകാരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രവീന്ദ്രന്റെ കൂട്ടുകാരന് മനസ്സിലായി. അങ്ങനെ രവീന്ദ്രന്റെ കൂട്ടുകാരൻ സമ്മതിച്ചു, മോള് പോയി കണ്ടോന്നൊക്കെ പറഞ്ഞു. ഏതായാലും കണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിൽ വിളിച്ചേക്കാം, അവരാരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ഞാൻ അപ്പോൾ ഫോൺ കോൾ ചെയ്യും, അപ്പം മോള് പെട്ടെന്ന് ഇറങ്ങി വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി പോയി കാണുകയാണ്. അങ്ങനെ രേവതി അകത്ത് കയറിപ്പോയി കണ്ടു. അകത്ത് കയറിപ്പോയി കണ്ടിട്ട് നമ്മുടെ രേവതിക്ക് അറിയില്ല കേട്ടോ, കിടുകിടാ നമ്മുടെ രേവതി വിറയ്ക്കാണ്. കാരണം ഇനിയിപ്പോൾ രവീന്ദ്രന്റെ അവസ്ഥ, അതായത് തന്നോട് സ്നേഹം കാണുമോ, രവീന്ദ്രന്റെ മനസ്സിൽ താനും ഇപ്പോൾ ഒരു കുറ്റവാളിയാണല്ലോ. അപ്പൊ അതൊക്കെ ഓർത്തിട്ട് മയങ്ങിക്കിടക്കുന്ന രവീന്ദ്രനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മാപ്പ് ചോദിക്കുന്നു. ലാസ്റ്റ് ആ ചരട്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ പറഞ്ഞ ആ ഒരു ചരട് കയ്യിൽ കെട്ടിക്കൊടുക്കുന്നു. ഈ ഒരു സമയം തന്നെയാണ് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും സുധിയും ഒക്കെ വരുന്ന ഉടനെ തന്നെ പെട്ടെന്ന് വെപ്രാളപ്പെട്ട് ഇയാൾ എന്ത് ചെയ്തു, നമ്മുടെ രേവതിനെ വിളിച്ച് വിവരം അറിയിച്ചു. ആ ഒരു നിമിഷം തന്നെ നമ്മുടെ രേവതി അതിനകത്ത് നിന്ന് ഇറങ്ങി കേട്ടോ. ഇല്ലെങ്കിൽ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. രേവതി എങ്ങനെയോ അതിനകത്ത് നിന്ന് ഇറങ്ങി ഓടി വെളിയിലേക്ക് വന്നു. ഏതായാലും വെളിയിലേക്ക് വന്ന ഈ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും സുധിയും ഒക്കെ വന്നിട്ട് ഫസ്റ്റ് ചോദിച്ചത്, അച്ഛൻ്റെ കാര്യം എന്തായി അങ്കിളെ, അല്ല സച്ചി എന്തേന്ന് ചോദിച്ചപ്പോൾ സച്ചി മെഡിസിൻ മേടിക്കാൻ പോയേക്കാം, ഇപ്പം ഡോക്ടർ വന്നായിരുന്നു, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, ഒരു പ്രശ്നവും ഇല്ല, ഇനിയിപ്പം നാളെ തന്നെ വീട്ടിൽ പോകാമെന്നാ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് നമ്മുടെ ചന്ദ്രയുടെ ഒക്കെ ഉയിരും ശ്വാസവും ഒക്കെ വീണത് കേട്ടോ. ചന്ദ്ര, എൻ്റെ ഭഗവാനെ നീ അനുഗ്രഹിച്ചല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തൊഴുകയോടുകൂടി ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും അയാളോട് ചോദിച്ചു, രവീന്ദ്രന്റെ കൂട്ടുകാരനോട് ചോദിച്ചു, അല്ല കയറി കാണാമോ, നമുക്ക് കയറി കാണുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? കയറി കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കയറി കാണാൻ പറഞ്ഞു. അങ്ങനെ ചന്ദ്രയും ശ്രുതിയും സുധിയും കൂടെ രവീന്ദ്രനെ കാണാൻ വേണ്ടി കയറുകയാണ് കേട്ടോ. രവീന്ദ്രൻ സത്യം പറഞ്ഞാൽ ബോധമില്ലാതെയാണ് കിടക്കുന്നത്. നമ്മുടെ ചന്ദ്ര രവീന്ദ്രന്റെ കാലിൻ്റെ അവിടെ പോയി കാലിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. കാരണം ഒരു നിമിഷം നമ്മുടെ ചന്ദ്രയ്ക്ക് മനസ്സിലായി, ഭർത്താവില്ലാതെ വന്നാലുള്ള ഒരു അവസ്ഥയെ, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ ആ ഒരു സമയം ഭർത്താവ് ഇല്ലാതെ വന്നപ്പോൾ വഴക്കും അടിയൊക്കെ എത്രയായിക്കോട്ടെ, ആ ഒരു സമയം നമ്മുടെ ചന്ദ്രയുടെ ആ ഒരു എന്താ പറയുക, വേറെ ആരെങ്കിലും നമ്മുടെ ചന്ദ്രയ്ക്ക് ഉണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും അമ്മയും ഒക്കെ നമുക്ക് കൂടപ്പിറപ്പുകളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളത് ഭർത്താവ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പരിഗണന നമ്മുടെ ഭർത്താവിന് കൊടുക്കണമല്ലോ. അപ്പൊ അതാണ് നമ്മുടെ ചന്ദ്ര കാണിച്ചതും. ഏതായാലും ചന്ദ്ര ഒന്ന് പേടിച്ചു പോയി കേട്ടോ. ഇനിയിപ്പം നമ്മുടെ രവീന്ദ്രൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ഓർത്ത് ഏതായാലും അവിടെ ചെന്ന് നിന്ന് ആശ്വസിക്കുകയാണ്. അങ്ങനെ വളരെ നന്ദിയൊക്കെ ദൈവത്തിനോട് പറയുന്ന ഒരു രംഗമൊക്കെയാണ് കാണിക്കുന്നത്. എന്നിട്ട് അമ്പലത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു ചന്ദനം
നമ്മുടെ രവീന്ദ്രന്റെ നെറ്റിയിൽ ഇങ്ങനെ തൊട്ടു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ രേവതി കെട്ടിയ ആ ചരട് രേവതി പതുക്കെ കയ്യിൽ കെട്ടിയിട്ട് പുതപ്പെടുത്ത് മൂടിയിട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ചരട് സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത്, അതാരും കാണുന്നില്ല. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാന്തിനെയാണ്. അപ്പൊ ശ്രീകാന്ത് നേരെ വീട്ടിലേക്ക് ചെന്നു. അപ്പൊ വർഷ ചോദിച്ചു ശ്രീകാന്തിനോട് എങ്ങനെയുണ്ട്, അച്ഛൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ശ്രീകാന്ത് ചെല്ലുന്നത് കരഞ്ഞ് കാർ കൂവിയാ ചെല്ലുന്നത്. അപ്പോഴത്തേക്കും തന്നെ വർഷയ്ക്ക് കാര്യം പിടികിട്ടി. വർഷ ചോദിച്ചു എന്താ ശ്രീകാന്ത്, എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പം അത് പിന്നെ എന്നെ കാണിച്ചില്ല, അച്ഛനെ അച്ഛനെ കാണാൻ അവർ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ ശ്രീകാന്ത് നീ പറയുന്നത്? അതേ വർഷേ, എനിക്ക് എൻ്റെ അച്ഛനെ കാണാൻ പറ്റിയില്ല, ഞാനൊരു മഹാഭാവിയായി പോയില്ലേ, സ്വന്തം അച്ഛൻ വയ്യാതെ കിടക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ലോ, ഞാൻ കാരണമല്ലേ എൻ്റെ അച്ഛൻ ഈ ഒരവസ്ഥയൊക്കെ ഉണ്ടായതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കരയാനും തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ വർഷ ചേർത്ത് പിടിച്ചിട്ട് നീ കരയാതിരിക്കും, നീ എന്തിനാ വിഷമിക്കുന്നത്, എനിക്കറിയാം നിന്റെ അവസ്ഥ, നിനക്ക് ആരും ഇല്ലെന്ന് നീ ഓർക്കരുത്, നിനക്ക് ഞാനില്ലേ, പിന്നെ നിന്റെ അച്ഛനെ കാണരുത് എന്ന് പറയാനുള്ള അവകാശം അവർക്ക് എന്താ ഉള്ളത്? അവർക്ക് അങ്ങനെ ഒരു അവകാശമില്ല. നിന്റെ അച്ഛനെ കാണാനുള്ള എല്ലാ റൈറ്റ്സും നിനക്കുണ്ട്. അത് നിയമപരമായിട്ടാണെങ്കിലും സ്വന്തം അച്ഛനെ കാണരുതെന്ന് ആരും പറയാൻ പാടില്ല, അത് അങ്ങനെയുള്ളതാ. ഇനിയിപ്പം നിയമപരമായിട്ട് പോണോ നമുക്ക് അങ്ങനെയാണെങ്കിൽ പോയി അങ്ങനെ അച്ഛനെ കാണാന്ന് പറഞ്ഞപ്പം വേണ്ട, എനിക്ക് എൻ്റെ അച്ഛനെ കാണണ്ട, കാരണം എന്നെ എല്ലാവരും ഉപേക്ഷിച്ചു. എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഇങ്ങനെ ഒരു മകൻ അവർക്കില്ലെന്നും ഇങ്ങനെ ഒരു സഹോദരന് സച്ചിയേട്ടൻ ഇല്ലെന്നും പറഞ്ഞിട്ട് സച്ചിയേട്ടൻ മേലാൽ വീട്ടിൽ കയറി പോയേക്കരുതെന്നും പറഞ്ഞു. അങ്ങനെ എന്നെ അവർ പടിയടച്ചു പിണ്ടം വെച്ച പോലെ ആയി പോയി എന്ന് പറഞ്ഞു കേട്ടോ. ഇത് കേട്ടപ്പോൾ വർഷയ്ക്ക് പിന്നെ സങ്കടമായി. അങ്ങനെ വർഷ നമ്മുടെ ശ്രീകാന്തിനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. കരയരുത് എന്നും പറഞ്ഞുകൊണ്ട് ചേർത്ത് സമാധാനിപ്പിക്കുകയാണ്. നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ എന്താ പറയുന്നത്, നമ്മുടെ വർഷയുടെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്ന് എന്താ പറയുക, വേറെ ആരും ഇല്ലാത്തൊരവസ്ഥ ശ്രീകാന്തിന് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ നമ്മുടെ ശ്രീകാന്ത് കടന്നു പോകുന്നു. ആ ഒരു സീനൊക്കെ കാണിച്ചു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രവീന്ദ്രന്റെ അടുത്ത് ചന്ദ്ര വന്ന് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ബോധമൊക്കെ തെളിഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്ര വന്ന് ഇരിക്കുകയാണ്. ഞാൻ പേടിച്ചു പോയി, സത്യമായിട്ട് എൻ്റെ ഉയിര് തന്നെ അങ്ങ് പോയായിരുന്നു നിങ്ങൾക്കിത് സംഭവിച്ചു കഴിഞ്ഞപ്പോഴെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു അത് സാരമില്ല പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അതെ സത്യത്തിൽ ഞാൻ പേടിച്ചു പോയത് നിന്റെ അവസ്ഥ ഓർത്തിട്ടാ, വേറൊന്നുമല്ല, എനിക്കൊരു പനി വന്നാൽ തന്നെ നീ ഒരു 100 തവണ ഞാൻ ബസ് ഓടിക്കാൻ പോകുമ്പോൾ വിളിച്ച് ചോദിക്കാറൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഓർത്ത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ ഒറ്റയ്ക്കായി പോവുമല്ലോ എന്ന ആ ഒരു ചിന്തയാണ് എനിക്കപ്പോൾ തോന്നിയത്. അതുകൊണ്ടാണ് എനിക്കൊന്നും സംഭവിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ സ്വയമേ വിചാരിച്ചത് നിന്റെ കാര്യം ഓർത്തിട്ട് മാത്രമായിരുന്നു ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര അങ്ങോട്ട് നമ്മുടെ രവീന്ദ്രന്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കരയുകയാണ് കേട്ടോ. കാരണം ഒരുപാട് സങ്കടമുണ്ട് നമ്മുടെ ചന്ദ്രയ്ക്ക്. ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു അവസ്ഥ എന്താണെന്ന് നമുക്കറിയാലോ. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് നമ്മുടെ സച്ചി കയറി വന്നത്. അപ്പം ബോധം തെളിഞ്ഞല്ലോ. അപ്പൊ സച്ചി കയറി വന്നിട്ട് അച്ഛാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു എടാ നീ ഇത് എന്താ കാണിക്കുന്നത്, ആ മനുഷ്യന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുന്ന നിനക്ക് അറിയത്തില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ അച്ഛനെ കണ്ടപ്പോഴുള്ള സന്തോഷം കൊണ്ടാ. അച്ഛന് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാനേ ഭഗവാനോട് പ്രാർത്ഥിച്ചു, അച്ഛനോട് പലതവണ പറഞ്ഞിട്ടില്ല ഭഗവാനോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ, പക്ഷേ ഞാൻ അന്നൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. ഭഗവാൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്, കാരണം അതുപോലെയുള്ള കാര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയതെന്ന് പറഞ്ഞപ്പം അത് പോട്ടെ മോനെ സാരമില്ല, ഇപ്പം എനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല അച്ഛൻ ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു. ഞാൻ അച്ഛനുള്ളതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്ത് ഞാൻ ഇത്രയും നാൾ ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എത്ര പണ്ടേ ഞാൻ ഈ ലോകത്ത് നിന്ന് പോയേനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ മോൻ അത് വിട്, ഇനി ആ കാര്യം പോട്ടെ, ഇപ്പം അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞല്ലോ. അല്ല എന്തിയെ ശ്രുതിയും എന്തിയെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു അവര് പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയി, ഇതുവരെ ഒന്നും കഴിച്ചില്ലായിരുന്നു അവർ, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോയതാന്ന് പറഞ്ഞപ്പം അല്ല രവിയല്ല സോറി നമ്മുടെ ശ്രീകാന്ത് എന്തിയെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീകാന്ത് എന്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്രയുടെ മുഖം അങ്ങോട്ട് മാറി, സച്ചിയുടെ മുഖം അങ്ങോട്ട് മാറി. നമ്മുടെ രവീന്ദ്രൻ സത്യം പറഞ്ഞ ശ്രീകാന്ത് അങ്ങനെ ഇറങ്ങിപ്പോയ കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഓർത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ശ്രീകാന്ത് എന്തിയെന്ന് ചോദിച്ചത്. പെട്ടെന്ന് എന്നിട്ട് പറഞ്ഞു അത് പിന്നെ ശ്രീകാന്തിൻ്റെ കാര്യം പോട്ടെ, ഞാനതങ്ങ് മറന്നുപോയി, അല്ല രേവതി എന്തിയെന്ന് ചോദിച്ചു. രേവതി എന്തിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നു. ചന്ദ്ര പറഞ്ഞു അവളുടെ കാര്യം എന്നാത്തിന് നിങ്ങൾ തിരക്കുന്നത്, വേണ്ട ഇനിയിപ്പോൾ അവളെ അന്വേഷിക്കുകയൊന്നും വേണ്ട, അവളിപ്പോൾ ഇവിടെ ഇല്ല, അവൾ എവിടെ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് രവീന്ദ്രൻ ഇല്ല അവള് വന്നു എന്നിങ്ങനെ പറയാൻ വരികയും പെട്ടെന്ന് ഇങ്ങനെ ചുമ കയറി വരികയാണ്. അപ്പോഴത്തേക്കും സച്ചു പേടിച്ചു പോയിട്ട് പെട്ടെന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അങ്ങോട്ട് കൊടുക്കാൻ കേട്ടോ നമ്മുടെ രവീന്ദ്രന്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ അറിഞ്ഞു ആര് വന്നത്, നമ്മുടെ രേവതി വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ രവീന്ദ്രൻ ആ ഒരു മയങ്ങി കിടക്കുകയാണെങ്കിലും മനസ്സിൽ ഒരു എന്താ പറയുക, മനസ്സിലൊക്കെ ഇങ്ങനെ അറിയാമെന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ അറിഞ്ഞു രവീന്ദ്രൻ. അപ്പം അതുകൊണ്ടാണ് രവീന്ദ്രൻ അങ്ങനെ പറയാൻ തുടങ്ങിയത്.
അപ്പോൾ ഈ ഒരു സമയത്ത് ചുമയൊക്കെ വന്നതുകൊണ്ട് ആ കേസ് അങ്ങ് വിട്ടും പോയി. ഇനി മിണ്ടാതെ കിടക്കുക, ഇനി റെസ്റ്റ് വേണം, അച്ഛൻ ഒത്തിരി സംസാരിക്കുകയൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങനെ വഴക്ക് പറയാണ് കേട്ടോ രവീന്ദ്രൻ. ഇനി പറയുമൊന്നും വേണ്ട, ഒന്നും പറയണ്ട, ഇനി മിണ്ടാതെ കിടന്നാൽ മതി, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് ഒത്തിരി സംസാരിക്കേണ്ട, ചുമച്ച് കഴിഞ്ഞിട്ടുണ്ടേ പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അടക്കി പിടിച്ച് അവിടെ നമ്മുടെ രവീന്ദ്രനെ കിടത്തുന്നതുകൊണ്ട് രവീന്ദ്രൻ പിന്നെ അത് പറയുന്നില്ല. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ രവീന്ദ്രന് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ തുടങ്ങുന്നു, അത് ചെയ്യാൻ തുടങ്ങുന്നു, ഇത് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഇപ്പം ഭക്ഷണം കഴിക്കണ്ട, ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ, അപ്പം ഇപ്പം ഭക്ഷണം കൊടുക്കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു എന്നാൽ പിന്നെ അമ്മ കഴിക്കാൻ പറഞ്ഞു. അപ്പം ഇദ്ദേഹം കഴിക്കാതെ ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു നീ കഴിക്കുക, ഇപ്പം നീ കഴിക്കുക, നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ, അവിടെ ഇരിക്കുക, നീ കഴിക്കുന്നൊന്നും ഞാൻ കാണട്ടെ എന്നൊക്കെ പറയാണ് കേട്ടോ നമ്മുടെ രവീന്ദ്രൻ. അങ്ങനെയുള്ള കുറച്ച് നിമിഷങ്ങളൊക്കെ കാണിക്കുന്നു. പിന്നെ ഇവർ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് രവീന്ദ്രനെ പതുക്കെ പിടിച്ച് അത്ര കെയറിങ് ഒക്കെ കൊടുത്ത് അകത്തേക്കൊക്കെ കയറ്റുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ രവീന്ദ്രന് രേവതീനെ തിരക്കാൻ പോകുന്നതും രേവതി ഇല്ലാതെ നമ്മുടെ രവീന്ദ്രൻ ഇനി ഒന്നും അങ്ങോട്ട് ചെയ്യില്ല എന്നും ഗുളിക കഴിക്കില്ല എന്നൊക്കെ പറയാൻ പോകുന്നത്. അതൊന്നും നാളെ കാണിക്കില്ലായിരിക്കും കേട്ടോ. അപ്പം ഏതായാലും കാത്തിരിക്കാം. അപ്പം എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരുന്നു. ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയുമായിട്ട് നാളത്തെ കഥയുമായിട്ട് കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.